ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ബ്ലൗസ് ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ പാറ്റേൺ ഒന്നും ഡ്രോ ചെയ്തിട്ടില്ല. ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്താണ് ഈ ബ്ലൗസിൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അതിലൊരു സിമ്പിൾ ഹാൻഡ് വർക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു കേരള സാരിക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ബ്ലൗസാണ്. അപ്പോൾ അതിൽ നമ്മളൊരു സിമ്പിൾ ഹാൻഡ് വർക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വെൽവെറ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്ലീവിലാണ് വർക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് അഴിച്ച് എടുത്ത് നമ്മൾ ഫ്രെയിമിൽ വെച്ചേക്കുവാണേ. ഞാനിവിടെ എടുത്തേക്കുന്ന ഫ്രെയിം എന്ന് പറയുമ്പം ഫ്രെയിം നമ്പർ 10 ആണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്ലീവ് ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഫ്രെയിം നമ്പർ 10 ആണ് കേട്ടോ. അപ്പോൾ ഇത് സ്ലീവിൻ്റെ സ്റ്റിച്ച് ഞാൻ അഴിച്ചെടുത്തിട്ടാണ് ഫ്രെയിമിൽ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് പാറ്റേൺ ഡ്രോ ചെയ്തിട്ടില്ല. ഞാൻ ഡീറ്റെയിലിംഗ് പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ ഒരു കേരള സാരിക്ക് പെയർ ചെയ്യാനാണ്. അപ്പോൾ സാരിയുടെ ബോർഡർ എന്ന് പറയുമ്പോൾ സിൽവർ ബോർഡറാണ്. അപ്പോൾ അതിൽ പീക്കോക്കിൻ്റെ തന്നെ ബ്ലാക്ക് കളർ ഡിസൈൻ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതുപോലെയുള്ള ബ്ലാക്ക് കളർ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ സിൽവർ ബോർഡർ ആണെന്ന്. സിൽവറും വൈറ്റും തമ്മിലുള്ള കോമ്പിനേഷൻ ആയതുകൊണ്ട് നമ്മളിവിടെ എടുത്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ. സിൽവർ കളർ ഷുഗർ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. ഞാൻ വൈറ്റ് പേൾസും കൂടെ അതിൽ ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ വൈറ്റ് പേൾസ്. അപ്പോൾ ഈ രണ്ട് മെറ്റീരിയലും വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. പിന്നെ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് കയറി കണ്ട് നോക്കുക. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ത്രെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ ബ്ലാക്ക് സ്വിങ് ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പം വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇതുപോലെ ബ്ലൗസിൻ്റെ എൻഡിലായിട്ട് ചെറിയ ചെറിയ റൗണ്ട് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അത്യാവശ്യം അടുപ്പിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഗ്യാപ്പ് കൊടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആരി സ്റ്റാൻഡിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്, ഫ്രെയിം നമ്പർ 10 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബ്ലൗസിൻ്റെ ഒരു സ്ലീവിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്ലീവ് ഡിസൈനാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൽ നമ്മളൊരു സിമ്പിൾ വർക്ക് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഫൈനൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വൈറ്റ് കളർ പേൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പേൾ ഫിക്സ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഇടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാനും അല്ലെങ്കിൽ 2 പ്രാവശ്യം ലോക്ക് കൊടുക്കാനും വിട്ടു പോകരുതെന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു പേൾ വെച്ചിട്ടുണ്ട്, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഷുഗർ ബീഡ്സ് ഒത്തിരി ചെറുതാണ്. അപ്പോൾ ഒരു 9 ഷുഗർ ബീഡാണ് ഞാൻ ഇതിനെ കവർ ചെയ്യാനായിട്ട് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാനൊരു 9 ഷുഗർ ബീഡാണ് കേട്ടോ എടുക്കുന്നത് ഇതിനെ കവർ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് നോക്കാം കേട്ടോ. എനിക്ക് 9 ഷുഗർ ബീഡ് ഇതിൽ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോർത്ത ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് നീഡിൽ എടുക്കുന്നത്. കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 or 3 ബീഡ് ഇടവിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. എങ്കിൽ മാത്രമാണ് അത് നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുന്നത്. ഒത്തിരി പേര് ചോദിക്കുന്നു കേട്ടോ, നമുക്ക് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുമോയെന്ന്. ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ 2 ആഴ്ച മുമ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് കയറി കണ്ട് നോക്കുക കേട്ടോ. സ്റ്റിച്ച്ഡ് ഡ്രസ്സിൽ ഫ്രെയിം അറ്റാച്ച് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ബിഗിനേഴ്സിന് എങ്ങനെയാണ് നമുക്കിങ്ങനെ മെറ്റീരിയൽ ഡ്രോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് കയറി കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണ്. അതിലാണ് നമ്മൾ ഈ ഹാൻഡ് വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്ലവറിൻ്റെ തൊട്ട് മേളിലായിട്ട് ഒരു വൈറ്റ് പേളും ഒരു ഷുഗർ ബീഡും വെച്ച് ഒരു ചെറിയൊരു ഡിസൈനൂടെ കൊടുക്കുന്നുണ്ടേ. ഇതുപോലെ നീഡിലേക്ക് ഞാനൊരു വൈറ്റ് പേളും ഒരു സിൽവർ ഷുഗർ ബീഡും എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ എവിടെയെന്ന് വെച്ചാൽ പോയിൻ്റ് ചെയ്യുക, നീഡിൽ താഴേക്ക് എടുക്കുക, 2 പ്രാവശ്യം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മുടെ ഡിസൈൻ വരുന്നത്. ഇനി തൊട്ട് അരികിനോടെ തന്നെ നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്യുന്നുണ്ട്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വൈറ്റ് പേൾ വയ്ക്കുന്നുണ്ട്, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 9 ഷുഗർ ബീഡ് എടുത്ത് നമ്മളൊരു ഫ്ലവർ ഡിസൈനാക്കി എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. തൊട്ട് മേളിലായിട്ട് ഒരു വൈറ്റ് പേളും ഒരു നമ്മുടെ സിൽവർ ഷുഗർ ബീഡും വെച്ച് ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണെന്ന്. വീണ്ടും നമ്മളിതുപോലെ ഒരു വർക്ക് കൂടെ ചെയ്യാൻ പോവുകയാണേ.
ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫുള്ള് ചെയ്യേണ്ടത്. നമ്മൾ ബ്ലൗസിൻ്റെ താഴത്ത് തൊട്ടരികിനോട് തന്നെ ചെയ്ത് പോവുക. ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളും ഈ ഒരു സ്ലീവ് ഫുള്ള് ചെയ്യാം. ഞാനൊരു ഫസ്റ്റ് സ്ലീവ് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുപോലെ നമ്മുടെ ഫസ്റ്റ് സ്ലീവ് വരുന്നത്. സ്ലീവിൽ ഞാൻ ഫുള്ള് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സും അതിൻ്റെ മേളിലായിട്ട് ചെറിയൊരു ഡിസൈനും കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് സ്ലീവ് ഫുള്ള് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാം. അത് മാത്രമല്ല ഞാൻ എൻ്റെ ബാക്ക് നെക്കിൽ ഒരു ചെറിയ സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ സ്ലീവ് താഴത്തെ ഈ ഫുള്ളും വർക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് സ്ലീവിലും ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ഞാൻ പറഞ്ഞല്ലോ ബാക്കിലും ഞാൻ ഈ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സിമ്പിളായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബാക്കിൽ ഞാൻ ഇതുപോലെ സിമ്പിളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ബാക്കിൽ നമ്മുടെ നെക്ക് ഫുള്ളും ഇതുപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു വൈറ്റ് പേൾസും ഒരു സിൽവർ ഷുഗർ ബീഡ്സും കൊടുത്തിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു സ്പ്രെഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവ് എന്താ ഇതുപോലെ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു പാർട്ടി വെയർ ബ്ലൗസായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസാണ്. ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഇതുപോലെ വരുന്നത്. ഞാൻ പറഞ്ഞാലും ഇതൊരു കേരള സാരിക്ക് വേണ്ടി പെയർ ചെയ്യാനായിട്ടാണ് ചെയ്തത് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിലായിരുന്നു ഞാൻ ഈ വർക്ക് ചെയ്തതേ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എസ്എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വെൽവെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.